عليكم ورحمة الله. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار. أوصيكم عباد الله وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل يا أهل الكتاب تعالوا إلى كلمة سواء بيننا وبينكم ألا نعبد إلا الله ولا نشرك به شيئا ولا يتخذ بعضنا بعضا أربابا من دون الله. ബഹുമാന്യനായ ഗുരുവര്യൻ CP ഉമർ സുല്ലമി, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള മറ്റു നേതാക്കന്മാരെ, സദസ്സിലുള്ള സഹോദരി സഹോദരന്മാരെ, സർവശക്തനായ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുവാൻ അവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ സയ്യിദ് മൗലവിയുടെ പാദസ്പർശമേറ്റ തൗഹീദിന്റെ പ്രവർത്തനങ്ങൾ സജീവമായിട്ടുള്ള ഒരു പ്രദേശത്ത് ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഈ ഒരു പരിപാടിയിലേക്ക് ഇവിടെ ക്ഷണിച്ചതിൽ സംഘാടകരോടുള്ള ആത്മാർത്ഥമായ നന്ദി അറിയിക്കുകയാണ്. പണത്തിനപ്പുറം ഒരു മൂല്യമില്ല എന്ന് ചിന്തിക്കുന്ന ഇക്കാലഘട്ടത്തിൽ മൂല്യങ്ങൾ കാത്തുസൂക്ഷിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ സയ്യിദ് മൗലവിയെ നാം ജാബിറമാനിയുടെ പ്രഭാഷണത്തിൽ നിന്ന് ചരിത്രമറിയാത്തവർക്ക് പരിചയപ്പെടുവാൻ കഴിഞ്ഞു. മൗലവി നിർവഹിച്ച നിർഭയത്വത്തിൻ്റെ തൗഹീദി ആദർശത്തിലേക്കുള്ള ഒരു എത്തിനോട്ടമാണ് ഈ സന്ദർഭത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്നാട്ടിലെ നവോത്ഥാനത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും സമാധാനപൂർണമായിട്ടുള്ള എല്ലാ നല്ല കാര്യങ്ങളുടെയും നിയാമക ശക്തിയായി വർത്തിച്ചിരുന്ന ഒരു ആദർശ പ്രസ്ഥാനത്തെക്കുറിച്ച് ദുഷ്പ്രചരണങ്ങൾ, ദോഷൈക ദൃക്കുകളായിട്ടുള്ള മതം ഉപജീവനമായി കാണുന്ന ചില മൗലാനമാർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഇക്കാലഘട്ടത്തിൽ അഗ്നിപരീക്ഷണങ്ങളിലൂടെ കടന്നുപോയി പടർന്നു പന്തലിച്ച ഒരു വടവൃക്ഷമായി മാറി നിൽക്കുന്ന ഈ തൗഹീദി പ്രസ്ഥാനം ഇങ്ങനെയുള്ള ആളുകൾക്ക് മുന്നിൽ പതറുകയോ തളരുകയോ ചെയ്യുകയില്ല എന്ന് തിരിച്ചറിവുണ്ടാകുന്നത് അവർക്ക് നന്ന്.
മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ, നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ബഹുസ്വരതയുടെ പാരമ്പര്യത്തെ മറന്നുകൊണ്ട് കേരളത്തിന്റെ ചരിത്രം വായിക്കാൻ കഴിയില്ല. എം.പി. നാരായണ മേനോന്റെയും മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെയും അവർക്കിടയിലുണ്ടായിരുന്ന ഊഷ്മളമായിട്ടുള്ള ആ ബന്ധത്തിന്റെ ഒരു നേർചിത്രം ജാബിർ റഹ്മാനി ഇവിടെ പറഞ്ഞു വെച്ചു. വക്കം അബ്ദുൽ ഖാദർ മൗലവിയും ശ്രീനാരായണ ഗുരുവും തമ്മിലുണ്ടായിരുന്ന സഹവർത്തിത്വവും ഊഷ്മളമായ ബന്ധവും നവോത്ഥാന ചരിത്രം വായിക്കുന്നവർക്ക് തിരിച്ചറിയും. മണപ്പാട് കുഞ്ഞഹമ്മദ് ഹാജിയും സഹോദരൻ അയ്യപ്പനും തമ്മിലുള്ള ബന്ധം തിരിച്ചറിയാൻ കഴിയും. ഒരു കാലത്ത് നല്ല മലയാളം പോലും സംസാരിക്കാൻ പാടില്ലാതിരുന്ന സമയത്ത് ശുദ്ധ മലയാളം സംസാരിക്കുന്നത് പാപമല്ല എന്ന് പഠിപ്പിക്കേണ്ടി വന്ന പ്രസ്ഥാനമായത്. അവിടെ നിന്ന് ഒളിഞ്ഞിരുന്ന് മാതൃഭൂമി പത്രം വായിക്കുകയും ആനുകാലികമായിട്ടുള്ള വിഷയങ്ങൾ ആളുകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും മഹാരാജാസ് കോളേജിൽ അധ്യാപകനായി സേവനമനുഷ്ഠിച്ച് നവോത്ഥാനത്തിന് വേണ്ടി ഏറെ പരിശ്രമിക്കുകയും ചെയ്ത ഇ.കെ. മൗലവിയെ മറക്കാൻ കഴിയില്ല. ഈ മൊയ്ദ് മൗലവിയെ മറക്കാൻ കഴിയില്ല. നേരത്തെ സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ള കേരളത്തിൽ കഴിഞ്ഞുപോയിട്ടുള്ള നവോത്ഥാന നായകന്മാർ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പൂർവകാല നേതാക്കന്മാർ, ഇവർക്കിടയിലുണ്ടായിരുന്ന ഊഷ്മളമായിട്ടുള്ള ഹൃദ്യമായിട്ടുള്ള ആ ബന്ധം കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം ലോകത്തേതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്റെ വാലല്ല എന്ന് ബോധ്യപ്പെടുത്തുന്നത് തന്നെയാണ്. നവോത്ഥാന ചിന്തകൾ പുരോഗമനാത്മകമായ രൂപത്തിൽ കേരളത്തിന്റെ ഭൂമികയോട് സാദൃശ്യം പുലർത്തിയതായി കണ്ടതിനെയൊക്കെ സ്വീകരിച്ചിട്ടുമുണ്ട്. അവിടെയാണ് 20-ാം നൂറ്റാണ്ടിലെ നവോത്ഥാന നായകന്മാരായിരുന്ന മുഹമ്മദ് അബ്ദുവിനെയും സയ്യിദ് റഷീദ് റിളയെയും ഒക്കെ കേരളക്കരയ്ക്ക് മനാറിനെ വിവർത്തനം ചെയ്തുകൊണ്ട് വക്കം മൗലവി പരിചയപ്പെടുത്തി കൊടുത്തത്. ആ ഒരു ആഭിമുഖ്യത്തിന്റെ പേരിൽ തന്നെ നദുവത്തുൽ മുജാഹിദീന്റെ മുഖപത്രത്തിന് അൽമനാർ എന്ന നാമധേയവും നൽകപ്പെട്ടു. ഇതാണ് ചരിത്രം. യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹ് വല്ലാഹു മുതിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. അവർ ഈ പ്രകാശത്തെ കെടുത്തിക്കളയാൻ മോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം എവിടെ നിന്നെങ്കിലും അല്പം മുടിക്കെട്ട് കിട്ടിയാൽ അതെങ്ങനെ കന്നാസിലാക്കി വെള്ളത്തിലാക്കി ആളുകളുടെ പണം പിടുങ്ങാം എന്നതു മാത്രമാണ് വിഷയം. അവരെ സംബന്ധിച്ചിടത്തോളം മതത്തെ എങ്ങനെ ഉപജീവനമാക്കാം എന്നുള്ളതാണ് വിഷയം. പക്ഷേ കേരളത്തിൽ ഈ ആദർശ പ്രസ്ഥാനത്തിന് ബീജാപാപം നൽകുകയും ഇതിന് നേതൃത്വം കൊടുക്കുകയും ചെയ്ത പൂർവസൂരികളായിട്ടുള്ള നേതാക്കന്മാരും പണ്ഡിതന്മാരും ഈ സമുദായത്തിന്റെ ആത്യന്തികമായ നന്മയും ഈ രാജ്യത്തിന്റെ മോചനവും നന്മയുമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. താൽക്കാലിക ലാഭങ്ങൾക്കോ നേട്ടങ്ങൾക്കോ വേണ്ടിയിട്ട് നാടിനെ ഒറ്റുകൊടുക്കുവാൻ അവർ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യ സമര രംഗത്ത് മുന്നിൽ നിന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിന് വിശിഷ്യ കേരളക്കരയിൽ നേതൃത്വം കൊടുത്തിട്ടുള്ള നായകന്മാരും നേതാക്കന്മാരുമാണ് എന്നത് ചരിത്രത്തെക്കുറിച്ച് അല്പമെങ്കിലും വിവരമുള്ളവർക്ക് തിരിയും. അതുകൊണ്ട് ആ പ്രസ്ഥാനത്തിന്റെ തലയിൽ ഭീകരതയുടെ മുദ്ര ചാർത്തുവാൻ ശ്രമിക്കുന്ന മൗലാനമാർ തലമറന്നെണ്ണ തേക്കുന്നു എന്ന് മാത്രമേ നമുക്ക് പറയുവാനുള്ളൂ. അതവിടെ നിർത്തട്ടെ. വിശുദ്ധ ഖുർആനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥിരപ്പെട്ട തിരുസുന്നത്തുമാണ് പ്രമാണമെന്ന് തിരിച്ചറിഞ്ഞു. ബുദ്ധിയുടെയും പ്രമാണത്തിന്റെയും അടിസ്ഥാനത്തിൽ ആളുകൾക്ക് മതം പരിചയപ്പെടുത്തി.
അതാണ് ഈ ആദർശ പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യം. ആ ഒരു പാരമ്പര്യം അവർ സ്വീകരിച്ചത് മുൻകഴിഞ്ഞു പോയ സഹാബികളെ പിന്തുടർന്നുകൊണ്ട് തന്നെയാണ്. ആ സഹാബികൾ സലഫുകൾ എന്നറിയപ്പെടുന്നുവെങ്കിൽ ആ സലഫുകളിലേക്ക് ചേർത്ത് സലഫി എന്ന് വിളിക്കപ്പെടുന്നതിൽ നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല. അതല്ലാതെ ലോകത്ത് ഏതെങ്കിലും കോണുകളിൽ പ്രവർത്തിക്കപ്പെടുന്ന ആളുകളുടെ വാലെന്ന അർത്ഥത്തിൽ ചില തീവ്രവാദ ഗ്രൂപ്പുകളുടെ ആശയം ഊർജമായി സ്വീകരിച്ചവരാണിവർ എന്ന് പരിചയപ്പെടുത്താൻ ആരെങ്കിലും ശ്രമിക്കുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ അവർ തങ്ങൾക്ക് നേരെ തന്നെയാണ് വെടിയുതിർക്കുന്നത് എന്ന് മാത്രമേ എനിക്ക് പറയുവാൻ കഴിയുകയുള്ളൂ. എന്തേ കാരണം? അതാണ് മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ പഠിപ്പിച്ചത്. നമ്മുടെ ബഹുമാന്യനായ പണ്ഡിതൻ സൈഫി ഉമർ സുല്ലമി ഇവിടെ ഇരിക്കുന്നുണ്ട്. സയ്യിദ് മൗലവിയുടെ കാലം മുതൽ തന്നെ നമ്മൾ സക്കാത്തിന്റെ വിഹിതം നമ്മുടെ ചുറ്റുവട്ടത്തുള്ള രാമനും ജോസഫും പാവപ്പെട്ടവരാണെങ്കിൽ കൊടുത്തിരുന്നു. നമ്മൾ ഉലഹിയത്തിന്റെ മാംസം വിതരണം ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്ത് ജോസഫ് ഉണ്ടെങ്കിൽ രാമനുണ്ടെങ്കിൽ അവന് കൂടി കൊടുത്തിരുന്നു. പക്ഷേ പണ്ട് കൊടുത്ത ഫത്വ ഇപ്പോഴും നമ്മുടെ ഇപ്പറയപ്പെട്ട മുടിവെള്ളവുമായി നടക്കുന്ന ആളുകൾ ഇനിയും തിരുത്തുന്നില്ല. അതൊരു വലിയ അപരാധമായിട്ടാണ് അവർ കാണുന്നത്. മാത്രമല്ല, മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം പേരുകളുള്ള മഹാത്മാക്കളെ വിളിച്ചു തേടുകയും അപേക്ഷിക്കുകയും ചെയ്യുമ്പോൾ അത് ഹലാലാക്കുകയും മുസ്ലിം പേരുകളല്ലാത്ത പുണ്യാത്മാക്കളെയോ മഹാത്മാക്കളെയോ വിളിച്ചപേക്ഷിക്കുകയോ തേടുകയോ ചെയ്താൽ അത് മഹാപാപമാക്കുകയും ചെയ്യുന്ന ജാതീയവും സാമുദായികവുമായിട്ടുള്ള വിവേചനം വിശ്വാസത്തിലില്ല. കാരണം ആ വിശ്വാസം സങ്കുചിതത്വത്തിന്റെ വിശ്വാസമാണ്. ആ സങ്കുചിതത്വത്തിൻ്റെതായിട്ടുള്ള വിശ്വാസം ഇസ്ലാമിക പ്രമാണത്തിന് വിരുദ്ധമാണ് എന്ന് ഈ ആദർശ പ്രസ്ഥാനം മനസ്സിലാക്കുന്നു. എന്ന് മാത്രമല്ല, മനുഷ്യ ജീവന് വില കൽപ്പിക്കുന്നു. അതാണ് മുജാഹിദ് പ്രസ്ഥാനം. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് ഈ പ്രസ്ഥാനം എന്നും ഈ പ്രസ്ഥാനം അത് അനുവദിച്ചിട്ടുണ്ട്, അംഗീകരിച്ചിട്ടുണ്ട്. ഇവിടെ മഹാനായ സയ്യിദ് മൗലവിയെ അനുസ്മരിച്ചു. സയ്യിദ് മൗലവിക്കറിയില്ല അദ്ദേഹത്തെ തല്ലിയവരാരാണെന്ന്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, എനിക്കറിയാത്ത ആളുകളുടെ പേര് ഞാൻ പറയില്ല, അവർക്കെതിരെ കേസും വേണ്ട എന്ന്. ഇത് പറഞ്ഞപ്പോഴാണ് ഇമ്പിച്ചി ബാബ പറഞ്ഞത്, വിശ്വസ്തരെ കുറിച്ച് മഹാത്മാക്കളെ കുറിച്ച് വായിച്ചിട്ടുണ്ട്, പക്ഷേ ഇപ്പോഴും അങ്ങനെയുള്ളവർ ജീവിച്ചിരിപ്പുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എനിക്കിപ്പോഴാണ് എന്ന്. ഇതാണ് ഈ ആദർശ പ്രസ്ഥാനത്തിന്റെ ചരിത്രം. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം സാമുദായികമായിട്ടുള്ള ധ്രുവീകരണവും ജാതീയമായിട്ടുള്ള വിവേചനവും ഇസ്ലാമിക വിരുദ്ധം എന്ന് തുറന്ന് പറയണം. മാത്രമല്ല, വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അന്നഹു, ഒരു മനുഷ്യൻ മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സ് വഫസാദിൻ ഫിൽ അർള് കഅന്നമാ ഖതല അന്നാസ ജമീഅ, അന്യായമായ ഒരു മനുഷ്യനെ കൊല്ലുന്നവൻ ലോകത്തുള്ള മുഴുവൻ മനുഷ്യനെയും കൊന്ന കൊലപാതകിയാണ്. പാരീസിലെ നിരപരാധിയായ ഒരു പുരോഹിതന്റെ തലയറുത്ത് ക്രൂരമായി കൊലപ്പെടുത്തി എന്നിട്ട് യൂട്യൂബിലൂടെ ആഘോഷിക്കുന്ന കൊടും ഭീകരന്മാരെ എങ്ങനെ നമുക്ക് അംഗീകരിക്കാൻ കഴിയും? അത് ഇസ്ലാമിക വിരുദ്ധവും ഇസ്ലാമിനെ തകർക്കുവാനുള്ള പ്രവർത്തനവുമാകുന്നു എന്ന് ഈ പ്രസ്ഥാനത്തിന് പതുക്കെ പറയേണ്ടതില്ല, പണ്ട് മുതലേ ഉറക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അതിന്റെ ആദർശം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനാണ്. വമൻ അഹിയ ഫഖദ് അഹിയന്നാസ ജമീഅ, ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചവന് തുല്യമെന്ന ഖുർആനിക സന്ദേശം നെഞ്ചേറ്റിയത് കൊണ്ടാണ് ഈ പ്രസ്ഥാനത്തിന്റെ യുവാക്കൾ കിടപ്പിലായിട്ടുള്ള രോഗികളുടെ അടുക്കലേക്ക് കടന്നു ചെന്നു അവരുടെ ജാതിയും മതവും നോക്കാതെ
അവരെ ശുശ്രൂഷിക്കുവാനും അവർക്ക് വേണ്ട മരുന്നും സേവനങ്ങളും എത്തിക്കുവാനും പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത്. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പാവപ്പെട്ടവനാണോ എന്ന് മാത്രമേ അവർ നോക്കുന്നുള്ളൂ, സഹായത്തിന് അർഹനാണോ എന്ന് മാത്രമേ അവർ നോക്കുന്നുള്ളൂ. അവർ അവിടെ ജാതിയും മതവും പരിഗണിച്ചിട്ടില്ല. മുജാഹിദ് പ്രസ്ഥാനം സമാധാനപൂർവകമായിട്ടുള്ള സഹവർത്തിത്വത്തിന്റെ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്നു. അതിനുള്ള ആദർശവും ഊർജവും നേടിയെടുത്തിട്ടുള്ളത് പ്രവാചക പാരമ്പര്യത്തിൽ നിന്നാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഏറ്റവും രഹസ്യമായിട്ടുള്ള ഹിജ്റക്ക്, യാത്രക്ക്, പലായനത്തിന് അവിടുന്ന് തെരഞ്ഞെടുത്തത്, തന്റെ വിശ്വസ്തരായിട്ടുള്ള ഗൈഡായി തെരഞ്ഞെടുത്തത് ഒരു നോൺ മുസ്ലിമിനെയാണ്, ഒരു മുസ്ലിമിനെ ആയിരുന്നില്ല. അബ്ദുല്ലാഹിബ്നു ഉറൈഖത്ത് എന്ന് പറയുന്ന നോൺ മുസ്ലിമിനെ പ്രവാചകൻ തെരഞ്ഞെടുത്തതിലൂടെ പഠിപ്പിച്ചത് വിശ്വാസ്യത കാത്തു സൂക്ഷിക്കുന്നതിൽ ജാതിയും മതവും പ്രശ്നമാക്കേണ്ടതില്ല എന്നാണ്. മാത്രമല്ല, ആ യാത്രക്ക് മുമ്പുള്ള അഖബ എന്ന വിസ്തൃതമായ കൂടിയാലോചന യോഗത്തിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൂതനായിട്ടല്ലെങ്കിൽ പ്രതിനിധിയായിട്ട് പങ്കെടുത്ത സമയത്ത് അബ്ബാസ് മുസ്ലിം ആയിരുന്നില്ല റളിയല്ലാഹു അൻഹു. പിന്നീട് മുസ്ലിം ആയിട്ടുണ്ട്. മുസ്ലിം ആയിരുന്നില്ല, അപ്പൊ മുസ്ലിം അല്ലാത്ത ഒരാളായിരുന്നു. അതുപോലെ തന്നെ പ്രവാചകന് സംരക്ഷണം നൽകിയ അബൂ താലിബ് അവസാനം വരെയും മുസ്ലിം ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് MP നാരായണ മേനോൻ മലബാറുകാരുടെ അബൂ താലിബ് എന്നറിയപ്പെട്ടത്. ഇതൊക്കെ മുജാഹിദ് പ്രസ്ഥാനവുമായി ചേർത്തു വെക്കാവുന്ന ചരിത്രമാണ്. ബഹുസ്വരതയുടെ സമാധാനപൂർവകമായിട്ടുള്ള സഹവർത്തിത്വത്തിന്റെ പാരമ്പര്യം അടയാളപ്പെടുത്തിയിട്ടുള്ള, അത് അവകാശപ്പെടുവാനുള്ള യോഗ്യതയുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തലയിൽ തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും തൊപ്പി അണിയിക്കുവാനുള്ള ശ്രമം ഡെൻമാർക്കിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയിൽ തൊപ്പി, തീവ്രവാദത്തിന്റെ തൊപ്പി ചാർത്താൻ ശ്രമിച്ച കാർട്ടൂണിസ്റ്റിന്റെ വിലയേ ഉള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയുക. പക്ഷേ അങ്ങനെ ഒരാൾ ചെയ്താൽ അതിനെതിരെ ഉറഞ്ഞു തുള്ളുകയല്ല വേണ്ടത് എന്ന് ഈ പ്രസ്ഥാനം പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. KEN ഇപ്പോ അടുത്തിടെ എഴുതിയതുപോലെ സർവശക്തനായ പ്രപഞ്ചത്തിന്റെ നാഥൻ തന്നെ ഇബ്ലീസ് എന്ന് പറയുന്ന പിശാചിനെ സംബന്ധിച്ചിടത്തോളം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് പുനരുദ്ധാന നാൾ വരെ അനുവാദം കൊടുത്തുവെങ്കിൽ പടച്ചോനെ കുറിച്ച് എഴുതിയ ഒരു മുസ്ലിം നാമധാരിക്കെതിരെ എന്തിന് നിങ്ങൾ ഉറഞ്ഞു തുള്ളുന്നു എന്ന് ചോദിച്ചതിനെ നമ്മൾ അങ്ങനെ തന്നെ സ്വീകരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം സർവശക്തനായിട്ടുള്ള അല്ലാഹു തന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നടമാടിക്കൊണ്ടിരിക്കുന്ന വൈവിധ്യത്തിന് നമ്മൾ എതിരല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു ചോദിച്ചത് അഫ അൻത തുക്രിഹുന്നാസ് ഹത്താ യകൂനു മുഅ്മിനീൻ. ഇത് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് യൂനിസിലെ 99-ാമത്തെ ആയത്താണ്. അതിന്റെ അർത്ഥം എന്താ? മുഹമ്മദ് നബിയെ എല്ലാവരും ഒരൊറ്റ വിശ്വാസത്തിലും ആദർശത്തിലും ആകുന്നതിന് വേണ്ടി അങ്ങ് നിർബന്ധിക്കുകയാണോ? അതുകൊണ്ട് തന്നെ ഏക സിവിൽ കോഡ് അന്യായമാണ്, പ്രകൃതി വിരുദ്ധമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. എല്ലാവരും ഒരൊറ്റ സിവിൽ കോഡിലാകണമെന്നതല്ല നമ്മളുടെ ന്യായം. വ്യത്യസ്ത സിവിൽ കോഡുകൾ നിലനിൽക്കട്ടെ, വൈവിധ്യങ്ങളെല്ലാം ഇല്ലാതെയാക്കി ഒന്നാക്കി മാറ്റുക എന്നത് പ്രകൃതി വിരുദ്ധം തന്നെയാകണം. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു പറയുന്നത് അങ്ങനെ ഒരു നിർബന്ധം വേണ്ട എന്ന്. പിന്നെ ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ ലസ്ത അലൈഹിം ബിമുസൈതിർ ഇല്ലാ മൻ തവല്ലാ വകഫർ ഫയുഅദ്ദിബുഹുല്ലാഹുൽ അദാബൽ അക്ബർ. നബിയെ അങ്ങ് ഉപദേശിക്കുക, കാര്യങ്ങൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക, അവർക്ക് മനസ്സിലാകുന്ന ശൈലിയിലും ഭാഷയിലും പ്രവാചകൻ അത് നിർവഹിച്ചു പോന്നു. പക്ഷേ ആരെയും നിർബന്ധിക്കാൻ താങ്കൾ ആളല്ല, അങ്ങനെ നിർബന്ധിക്കേണ്ടതില്ല എന്ന് ഖുർആൻ പറയുന്നു. മാത്രമല്ല, ഖുർആനിനെ സംബന്ധിച്ചിടത്തോളം വളരെ തുറന്ന ഒരു സമീപനമാണുള്ളത്. ഖുർആനാകുന്നു നമ്മുടെ ഒന്നാം പ്രമാണം എന്നതുകൊണ്ട് ആ സമീപനം തന്നെയാണ് നമുക്കുമുള്ളത്. എന്താണത്? ഫമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ. ഇഷ്ടമുണ്ടെങ്കിൽ വിശ്വസിക്കാം, അല്ലെങ്കിൽ അവിശ്വസിക്കാം. വിശ്വസിക്കാനും അവിശ്വസിക്കാനുമുള്ള സ്വാതന്ത്ര്യം നൽകി
ഇവിടുത്തെ വൈവിധ്യങ്ങൾ നിലനിൽക്കുമ്പോൾ പ്രകൃതിക്ക് അനുയോജ്യമായിട്ടുള്ള, ബുദ്ധിക്കും അതുപോലെ തന്നെ പ്രമാണത്തിനും അനുയോജ്യമായിട്ടുള്ള ഏകദൈവ ആരാധനയും വിശ്വാസവും കലർപ്പ് കൂടാതെ തുറന്നു പറയുക എന്നതാണ് ഈ ആദർശ പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യം, അതിന്റെ നിലപാട്. അതിനെ ലോകമൊടുങ്ങും നാളുവരെ നിർത്തിവെക്കുകയോ മാറ്റിവെക്കുകയോ അതിനകത്ത് എന്തെങ്കിലും മായം ചേർക്കുകയോ ചെയ്യുന്ന പ്രശ്നം ഇല്ല. മറിച്ച് അതിന്റെ പേരിൽ ആളുകളുമായിട്ട് അനാരോഗ്യകരമായിട്ടുള്ള സംഘട്ടനങ്ങളോ സംഘർഷങ്ങളോ ഉണ്ടാക്കുക എന്നത് ഈ പ്രസ്ഥാനത്തിന്റെ നയമല്ല. ലോകമൊട്ടുക്കും അംഗീകരിച്ചു വന്നിരിക്കുന്നതാണ് ഇന്റർഫെയ്ത്ത് സംവാദങ്ങൾ. മതാന്തര സംവാദങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ്. എല്ലാവരും അവരവരുടെ വേദങ്ങളും ആശയങ്ങളും പരസ്പരം കൈമാറുകയും മനസ്സിലാക്കുകയും ചെയ്യുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകട്ടെ. തലച്ചോറുകൾ തമ്മിൽ സംവദിക്കുന്ന, ആശയങ്ങൾ തമ്മിൽ സംവദിക്കുന്ന ആരോഗ്യപരമായിട്ടുള്ള സംവേദനത്തിന്റെ കാലം, അതാണ് വേണ്ടത്. ആ സംവാദത്തിന്റെയും സംവേദനത്തിന്റെയും ശൈലിയാണ് ഖുർആൻ സ്വീകരിച്ചിട്ടുള്ളത്. അതാണ് മുജാഹിദ് പ്രസ്ഥാനം സ്വീകരിച്ചിട്ടുള്ളത്. അത് തുടരുവാനുള്ള സ്വാതന്ത്ര്യം നാം ജീവിക്കുന്ന രാജ്യത്തുണ്ടോ? നമ്മുടെ ഭരണഘടനയുടെ 25-ാം അനുച്ഛേദം അതിന് നമുക്ക് അനുവാദം നൽകിക്കൊണ്ടേയിരിക്കുന്നു. ആ അനുവാദം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിന്റെ സമാധാനം നിലനിർത്തുന്നതിന് വേണ്ടി സഹവർത്തിത്വവും ചുറ്റുമുള്ളവരോട് സ്നേഹത്തോടെയും കരുണയോടെയും പെരുമാറിക്കൊണ്ട് നമ്മളുടെ നവോത്ഥാന പ്രവർത്തനങ്ങളുമായി നാം മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. സർവശക്തനായ അല്ലാഹു നമ്മെ അതിനനുഗ്രഹിക്കുമാറാകട്ടെ. അതിന് വഴിമുടക്കികളായി ആരെങ്കിലും കടന്നു വരുന്നുവെങ്കിൽ അവരുടെ ലക്ഷ്യം പൂവണിയുകയില്ല തന്നെ. കാരണം നാം വിളിക്കുന്നതും അവലംബിക്കുന്നതും പ്രപഞ്ചത്തിന്റെ നാഥനായിട്ടുള്ള അല്ലാഹുവിനെ മാത്രമാണ്. അല്ലാഹുവിൽ കാര്യങ്ങൾ ഏൽപ്പിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവനിൽ നിരാശയുണ്ടാകേണ്ട വിഷയമില്ല. ചുറ്റുമുള്ളവരിലേക്ക് സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ, ആർദ്രതയുടെ മരുപ്പച്ചകൾ വെച്ച് പിടിപ്പിച്ച മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഊഷ്മളമായിട്ടുള്ള, ആ സ്നേഹപൂർവമായിട്ടുള്ള ആദർശമാണ് നാം നെഞ്ചേറ്റുന്നത്, നമ്മുടെ ചുറ്റുവട്ടത്തിലേക്ക് എത്തിക്കുന്നത്. ചൂഷണമുക്തമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്നതിന് ആ വിശ്വാസം അനിവാര്യമാണ് എന്ന് നാം പറയുന്നു. അത് ആളുകളെ നാം ബോധ്യപ്പെടുത്തുന്നു. അതോടൊപ്പം ഖുർആൻ സ്വീകരിച്ച മാന്യമായ സമീപനം സ്വീകരിക്കുന്നു. എന്താണത്? ഇവിടെ മോക്ഷത്തിന് വേണ്ടി, ആഗ്രഹ സബലീകരണത്തിന് വേണ്ടി പ്രപഞ്ചനാഥനല്ലാതെ പലരെയും വിളിച്ചപേക്ഷിക്കുന്നവരുണ്ട്. അതിൽ മരണപ്പെട്ടുപോയ പരേതാത്മാക്കളെ വിളിച്ചപേക്ഷിക്കുന്ന മുസ്ലിമീങ്ങളുണ്ട്. ജീവിച്ചിരിക്കുന്ന ആൾ ദൈവങ്ങളെ വിളിച്ചപേക്ഷിക്കുന്നവരുണ്ട്. അവരുടെ അടുക്കൽ പോയി അവരുടെ അടുക്കൽ നമ്പർ ശിരസ്കരായിട്ട് മോക്ഷത്തിന് വേണ്ടി, മനഃശാന്തിക്ക് വേണ്ടി പോകുന്ന ആളുകളുണ്ട്. മക്ബറകളിലും ദർഗകളിലും കയറിയിറങ്ങുന്നവരുണ്ട്. നമുക്കിവരോടെല്ലാം പറയാം, ഇവരെ എല്ലാവരെയും സൃഷ്ടിക്കുകയും പടക്കുകയും ചെയ്ത മനുഷ്യന്റെ വികാരങ്ങൾ അറിയുന്ന, അവന്റെ മന്ത്രങ്ങൾ അറിയുന്ന പ്രപഞ്ചനാഥനെ മാത്രമേ വിളിച്ചിട്ട് കാര്യമുള്ളൂ, അവനെയാണ് വിളിക്കേണ്ടത് എന്ന് പറയാം. എന്നാൽ അവർ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളുകളെയോ വ്യക്തികളെയോ ശക്തികളെയോ ചീത്ത പറയുകയോ പരിഹസിക്കുകയോ ചെയ്യുക എന്നത് മഹാപാപമാകുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. എന്റെ വിശുദ്ധ ഖുർആൻ അങ്ങനെയാ പറഞ്ഞത്. വലാ തസുബ്ബുൽ ലദീന യദഊന മിൻ ദൂനില്ലാ ഫയസുബ്ബുല്ലാഹ അദുവൻ. നിങ്ങൾ അല്ലാഹുവിന് പുറമെ അവർ വിളിച്ചപേക്ഷിക്കുന്ന ശക്തികളെയോ വ്യക്തികളെയോ പരിഹസിക്കുകയോ ചീത്ത പറയുകയോ ചെയ്യരുത്. അവിവേകവും അജ്ഞതയും നിമിത്തം അല്ലാഹുവിനെ തന്നെ അവർ പരിഹസിച്ചേക്കാം, ചീത്ത വിളിച്ചേക്കാം. വിശുദ്ധ ഖുർആനാണ് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ അവിടെ ഒഴിവാക്കുകയാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രവാചകനെ ജീവിത മാതൃകയായി സ്വീകരിച്ച ഖുലഫാഉർ റാഷിദുകൾ, സഹാബികള്, അവർ നൽകിയ ഒരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യം ഒരിക്കലും ബഹുസ്വരതയിൽ നിന്ന് അകന്നുപോയ പാരമ്പര്യമല്ല.
മനോരോഗികളായിട്ടുള്ള ചില ചെറുപ്പക്കാർ നാട്ടിലെ വൈവിധ്യങ്ങളെ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി തെളിമയാർന്ന തൗഹീദനുസരിച്ച് ജീവിക്കാൻ സൗകര്യമില്ലെന്ന് വിചാരിച്ച് ഏതെങ്കിലും പാറമടക്കുകളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതാണ് ഹിജറ എന്നാരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് മഹാ അബദ്ധമാണെന്ന് ചൂണ്ടിക്കാണിക്കേണ്ട ബാധ്യതയുള്ള ഈ നവോത്ഥാന പ്രസ്ഥാനം അത് തുറന്നു പറയും. ഹിജറ എന്ന് പറയുമ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവേകപൂർവമായിട്ടും ബുദ്ധിപൂർവമായിട്ടും നിർവഹിച്ച അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരമായിട്ടുള്ള ഒരു പ്രയാണമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. പൈശാചികമായിട്ടുള്ള താല്പര്യത്തിൽ നിന്ന് ദൈവികമായിട്ടുള്ള താല്പര്യത്തിലേക്ക് മനസ്സിനെ ഒന്നാമത് ഹിജറ നടത്തണം. അതാണ് ഹിജറയിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട സന്ദേശമെന്നാണ് ഈ പ്രസ്ഥാനം ഈ സമൂഹത്തോട് പഠിപ്പിക്കുന്നത്, ബോധ്യപ്പെടുത്തുന്നത്. മാത്രമല്ല, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർ അവർ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയപ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള ചില രോഗാവസ്ഥയിൽ അവർ അവരുടെ ഗൃഹാതുരത്വം പ്രകടിപ്പിച്ചുകൊണ്ട് അവർ പറഞ്ഞിട്ടുള്ള കവിതകൾ സഹീഹുൽ ബുഖാരി ഉൾപ്പെടെയുള്ള ഗ്രന്ഥങ്ങളിൽ വായിക്കാൻ കഴിയുമല്ലോ. അവർ മക്കയിലെ കുന്നുകളെ ഓർക്കുന്നു, അവിടുത്തെ അരുവികളെ ഓർക്കുന്നു. ആ ഒരു ഗൃഹാതുരത്വം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പോൾ അവിടുത്തെ മലകളെയും കുന്നുകളെയും നോക്കിക്കൊണ്ട് പ്രവാചകന്റെ ഗൃഹാതുരത്വം പ്രകടിപ്പിക്കുന്ന വാക്കുകൾ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. അതിൽ നിന്നൊക്കെ എന്താ തിരിച്ചറിയേണ്ടത്? സ്വന്തം നാട്ടിൽ അവിടുത്തെ വൈവിധ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രപഞ്ചനാഥനെ കൃത്യമായും സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ളതാണ് നമുക്ക് അനിവാര്യമായിട്ടുള്ളത്. നിർബന്ധിതമായ ഒരു സാഹചര്യത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരം നടത്തിയ ഹിജ്റയിലേക്ക് ഈ മനോരോഗികൾ നടത്തിയിട്ടുള്ള അവിവേകത്തെ കൂട്ടിക്കെട്ടുന്നത് ഇസ്ലാമിക വിരുദ്ധമാണ് എന്ന് തുറന്ന് നാം പറയേണ്ടതുണ്ട്. അത് നാം പറഞ്ഞുകൊണ്ടേയിരിക്കും. അതല്ല ഇസ്ലാം. ഇസ്ലാം എന്ന് പറയുന്നത് വിവേകത്തിന്റെ, സമാധാനത്തിന്റെ മാർഗമാണ്. ഖുർആൻ പഠിപ്പിക്കുന്നതാണ്. ഇന്നത്തെ മുസ്ലിമീങ്ങൾ ഒരുപാട് തിരുത്തലുകൾക്ക് തയ്യാറാകേണ്ടതുണ്ട്. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആദർശം എന്ന് പറയുന്നത് പുതിയതല്ല. ഈ ആദർശം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം ചെയ്ത ആദർശമാണ്. മുഹമ്മദ് നബിക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള പ്രവാചകന്മാർ പിന്തുടർന്നു വന്ന ആദർശമാണ്. ആ ആദർശത്തിൽ നിന്ന് വ്യതിചലിച്ചപ്പോൾ വേദവിശ്വാസികളെ തിരുനബി തിരിച്ചു വിളിച്ചുവെങ്കിൽ ആ ഒരു തിരിച്ചുവിളി ഈ പ്രസ്ഥാനം നിർവഹിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ ചില ആളുകൾ പലരെയും കാണിച്ചു പേടിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. സയ്യിദ് മൗലവിയുടെ പറമ്പത്ത് പണിയെടുക്കാൻ ഏൽപ്പിച്ച മൊയ്തുക്ക പറമ്പ് വൃത്തിയാക്കുന്നതിനിടയിൽ നമ്മുടെ ജ്യോത്സ്യന്മാർ അല്ലെങ്കിൽ കൂടോത്രക്കാർ ഇസുമിന്റെ പണി നടത്തുന്ന ചില ചില്ലറ സാധനങ്ങൾ കിട്ടിയപ്പോൾ മൊയ്തുക്കാടെ മനസ്സൊന്ന് പേടിച്ചു. എന്താണ്? കുപ്പിയുണ്ട്, ഐക്കലുണ്ട്, ഏലസുണ്ട്, അതുപോലെ ചില സാധനങ്ങളുണ്ട്. ഇത് അങ്ങയുടെ പ്രഭാഷണം ഇല്ലാതാക്കാനും തകർക്കാനും വേണ്ടിയിട്ട് കൂടോത്രം ചെയ്തതായിരിക്കും, സെഹർ ചെയ്തതായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് അവിടെ തന്നെ കിടക്കട്ടെ. ഇവരൊന്ന് സിഹർ ചെയ്ത് എന്നെ തകർക്കാൻ കഴിയുമെങ്കിൽ ഒന്ന് കാണട്ടെ എന്ന് വെല്ലുവിളിച്ച ആർജവം 19 കൊല്ലം പിന്നിട്ടപ്പോൾ നമ്മുടെ ചില സഹോദരന്മാർക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ തൗഹീദിൽ പാളിച്ചയുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ആ തിരിച്ചറിവിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് ശിർക്കിനും കുഫ്റിനുമെതിരായിട്ടുള്ള പോരാട്ടം നമ്മൾ തുടരുക തന്നെ ചെയ്യും. അങ്ങനെ പേടിക്കേണ്ടതില്ല. ഏലസുകളിൽ നിന്നും, ഐക്കല്ലുകളിൽ നിന്നും, ഉറുക്കുകളിൽ നിന്നും, അതുപോലെ തന്നെ വെള്ളത്തിൽ നിന്നും ഈ സമുദായത്തെ മോചിപ്പിച്ച ഒരു പ്രസ്ഥാനത്തിന്റെ പിന്തലമുറക്കാരിൽപ്പെട്ട ചില ആളുകൾ പിശാചിനെ പേടിച്ച് കഴിഞ്ഞുകൂടുന്നു എന്ന് പറയുമ്പോൾ സങ്കടമുണ്ട്. ശാരീരികമായി മനുഷ്യനെ അപകടപ്പെടുത്തുവാൻ പിശാചുക്കൾക്ക് കഴിയുമെന്ന് ചിന്തിച്ചിരുന്ന ജാഹിലിയ മനസ്സിനെ നവോത്ഥാനത്തിന്റെ പിന്തലമുറക്കാരെന്ന് പറയുന്ന ചില ചെറുപ്പക്കാർ കൈവശപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ വേദനയുണ്ട്.
വിശുദ്ധ ഖുർആനിൽ എവിടെ പരതി നോക്കിയാലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തിൽ എവിടെ വായിച്ചു നോക്കിയാലും കായികമായും ശാരീരികമായും അപകടപ്പെടുത്താൻ കഴിവുള്ള ഒരു പിശാചിനെ നമുക്ക് പരിചയപ്പെടാൻ കഴിയില്ല. പിശാചിന്റെ ശക്തിയും കഴിവും പറയാൻ ഒന്നാമതായി അവകാശമുള്ളത് അവന് തന്നെയാണ്. അതുകൊണ്ട് അവനെ കൊണ്ട് എത്രത്തോളം എത്താം അവനെന്ന് അള്ള പറഞ്ഞിട്ടുണ്ട്. അള്ള പറഞ്ഞിടത്ത് നിൽക്കണം എന്നതാണ് മുജാഹിദ് പ്രസ്ഥാനം പണ്ട് മുതലേ പറഞ്ഞിട്ടുള്ളത്. അവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ തിരുത്തണം. എന്താണത്? സൂറത്ത് ഇബ്രാഹിമിലെ 22-ാമത്തെ ആയത്താണ്. അത് മനസ്സിൽ നമ്മൾ കുറിച്ചിടേണ്ടത് തന്നെയാണ്. വഖാല ശൈത്താനു ലമ്മാ ഖുളിയൽ അംറ്, കാര്യങ്ങളെല്ലാം തീരുമാനമായി കഴിയുമ്പോൾ പിശാചിന്റെ ഒരു പ്രഭാഷണമാണ്. ഇന്നല്ലാഹ വഅദകും വഅദൽ ഹഖ്, അള്ള നൽകിയ വാഗ്ദാനങ്ങളൊക്കെ സത്യമായ വാഗ്ദാനമാണ്. വവഅദ്തുകും ഫഅഖ്ലഫ്തുകും, നിങ്ങളോട് ഞാൻ പല വാഗ്ദാനങ്ങളും നൽകിയിരിക്കുന്നു, പക്ഷേ അത് മുഴുവൻ ഞാൻ ലംഘിച്ചിരിക്കുന്നു. എന്നിട്ട് പിശാച് തന്നെ പറയുന്നുണ്ട്, വമാ കാന ലീ അലൈക്കും മിൻ സുൽത്താൻ, എനിക്ക് നിങ്ങളുടെ മേലൊരു അധികാരവും ശക്തിയും ഉണ്ടായിരുന്നില്ല. ഇല്ല അൻ ദഅഉതുകും, ഞാൻ നിങ്ങളെ വിളിക്കുക മാത്രം ചെയ്തു. ഖുർആൻ അത് പല രൂപത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. യൈദുകുമുൽ ഫഖ്റ വയഅമുറുകും ബിൽ ഫഹ്ശാ, പിശാച് നിങ്ങൾക്ക് ദാരിദ്ര്യത്തെക്കുറിച്ച്, നിങ്ങൾ കൊടുക്കരുത്, ദാനം ചെയ്യരുത്, ഫീസബീലിൽ നൽകരുത്, ഇല്ലാതെയായി പോകും, പട്ടിണിയാകും. ഇതൊക്കെ ശാരീരികമായിട്ടുള്ള പണിയല്ല, മാനസികമായിട്ടുള്ള വസുവാസികളാണ്. അത് നാം അംഗീകരിക്കുന്നു, അതിനെ നാം നിഷേധിക്കുന്നില്ല. നവോത്ഥാന നായകന്മാർ പഠിപ്പിച്ചതും അത് തന്നെയാണ്. അതിനപ്പുറം ഒരു പണി അവനില്ല. അത് ഖുർആൻ തന്നെ പറഞ്ഞതാണ്. ആ നിലയ്ക്ക് ഞാൻ നിങ്ങളെ വിളിച്ചു, ഫസ്തജബ്തും ലീ, അപ്പോൾ നിങ്ങൾ എനിക്ക് അനുകൂലമായി ഉത്തരം നൽകി. ഫലാ തലൂമൂനി വലൂമു അൻഫുസകും, അതുകൊണ്ട് നിങ്ങൾ എന്നെ ഇപ്പോൾ ആക്ഷേപിക്കണ്ട, നിങ്ങൾ നിങ്ങളെ തന്നെ ആക്ഷേപിക്കൂ. നിങ്ങളുടെ ഇച്ഛക്കനുസരിച്ച് നിങ്ങളുടെ മനസ്സിൽ തോന്നലുകൾ ഉണ്ടായപ്പോൾ ആ തോന്നലുകൾക്കനുസരിച്ച് നിങ്ങൾ തിന്മയിലേക്ക് പ്രയാണം നടത്തിയെങ്കിൽ നിങ്ങൾ എന്നെ ഇപ്പോൾ ആക്ഷേപിക്കുന്നതിനർത്ഥമില്ല. നിങ്ങളെ ശാരീരികമായി കീഴ്പ്പെടുത്തി ഞാൻ ബാറിലേക്ക് കൊണ്ടുപോയിട്ടില്ല, വേശ്യാലയത്തിലേക്ക് കൊണ്ടുപോയിട്ടില്ല, പലിശ വാങ്ങാനും അതിലൂടെ ലാഭം കൊയ്യാനും നിങ്ങളെ പ്രേരിപ്പിച്ചിട്ടില്ല. നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ മുന്നിൽ തടസ്സമുണ്ടാക്കി നിങ്ങൾക്ക് ഞാൻ വിലങ്ങുതടി സൃഷ്ടിച്ചിട്ടില്ല. ശാരീരികമായോ കായികമായോ നിങ്ങളെ എന്തെങ്കിലും ചെയ്യാൻ എനിക്ക് കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ എന്നെ ആക്ഷേപിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. മാ അന ബിമുസ്രിഖിക്കും വമാ അൻതും ബിമുസ്രിഖിയ, ഇന്ന് നിങ്ങളെ രക്ഷിക്കാൻ എനിക്ക് കഴിയില്ല, നിങ്ങളെ രക്ഷിക്കാൻ എനിക്ക് കഴിയില്ല, എന്നെ രക്ഷിക്കാൻ നിങ്ങൾക്കും കഴിയില്ല. ഇതാ അള്ള പറയുന്നത്. അപ്പോൾ പിന്നെ പൈശാചികമായിട്ടുള്ള അങ്ങനെയുള്ള തോന്നലുകൾ വന്നാൽ എന്തു ചെയ്യണം? അതിനുള്ള പരിഹാരവും ഖുർആൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഖുർആൻ പറഞ്ഞു തന്നതിനപ്പുറമുള്ള ഒരു പരിഹാരത്തെ കുറിച്ച് ചിന്തിക്കുന്നത് അന്ധവിശ്വാസമാണെന്ന് ഈ പ്രസ്ഥാനം 100 കൊല്ലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഈ പ്രസ്ഥാനത്തിന്റെ നായകന്മാർ ഇവിടെ തുറന്നു പ്രഖ്യാപിച്ച ആ ആദർശത്തെ കുഴിച്ചുമൂടുന്നതിന് വേണ്ടി 19 കൊല്ലം പിന്നിട്ടപ്പോൾ ആളുകളെ മുഴുവൻ പേടിയിലേക്കും ഭയത്തിലേക്കും തിരിച്ചുകൊണ്ട് പിശാചിനെ വിജയിപ്പിക്കുവാനുള്ള ശ്രമം നമുക്ക് അംഗീകരിക്കുവാൻ സാധ്യമല്ല. അള്ള പറഞ്ഞു വസ്വാസ് വന്നാൽ എന്തു ചെയ്യണം? ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും തഈഫും മിനശ് ശൈത്താൻ, പൈശാചികമായിട്ടുള്ള എന്തെങ്കിലും സ്പർശനമുണ്ടായാൽ എന്ന് പറഞ്ഞാൽ, പിശാചുബാധ എന്ന് പറഞ്ഞാൽ ശാരീരികമായി മറിച്ചിടുക എന്നല്ല എന്നതിൽ നിന്ന് തന്നെ മനസ്സിലാകും. എന്തേ കാരണം? അങ്ങനെ വന്നാൽ തദക്കറൂ, അവർ അല്ലാഹുവിനെ കുറിച്ച് ഓർക്കും. ഫൈദാഹും മുബ്സിറൂൻ, അപ്പോൾ അവർ ഉൾക്കാഴ്ചയുള്ളവരാകും, തിരിച്ചറിവുള്ളവരാകും, തിരുത്തുവരുത്തും എന്നാണ് അള്ള പറഞ്ഞത്. അള്ള പറയുന്നതിനപ്പുറം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതിനപ്പുറം ഒരു പൈശാചികമായ കഴിവിനെ കുറിച്ച് നാം എന്തിനാണ് ആളുകൾക്ക് മുമ്പിൽ അവതരിപ്പിക്കേണ്ടത്? അതുകൊണ്ട് ലാഭം കൊയ്യാൻ ഇവിടെ കുറെ ആളുകൾ ഉണ്ടായിരുന്നു. ആ ആളുകളിൽ നിന്നാണ് ഈ സമുദായത്തെ മോചിപ്പിക്കുന്നതിന് വേണ്ടി സയ്യിദ് മൗലവിയെ പോലെയുള്ള ആളുകൾ പടതയിച്ചിട്ടുള്ളത്. ആ നേട്ടം തകർത്ത് കളയേണ്ടതുണ്ടോ? ഞാൻ താമസിക്കുന്ന കരുനാഗപ്പള്ളിയുടെ തൊട്ടടുത്ത്
വട്ടവറമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് 19 വയസ്സുകാരിയായ ഹസീന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ അവളുടെ ശരീരത്തിൽ ജിന്ന് കയറിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു മന്ത്രവാദിയും അവളുടെ വാപ്പയും കുടുംബക്കാരും ചേർന്ന് ക്രൂരമായിട്ട് തല്ലി അവളുടെ നട്ടെല്ല് പൊട്ടിച്ച് കൊന്നുകളഞ്ഞു. ഇത് നമ്മളെല്ലാവരും വായിച്ചതാണ്, മനസ്സിലാക്കിയതാണ്. അങ്ങനെയുള്ള അന്ധവിശ്വാസത്തിൽ നിന്ന് ഈ സമുദായത്തെ മോചിപ്പിക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ച പ്രസ്ഥാനത്തിന്റെ പിന്തുണക്കാരായിട്ടുള്ള ചില സഹോദരന്മാർ ഖുർആനിക് ക്ലിനിക്കുമായി രംഗത്ത് വരുന്നു. എന്നിട്ട് അവർ പറയുന്നു അത്രേ, പിശാച് ജിന്ന് ശരീരത്തിൽ കയറും, ഇറക്കണമെങ്കിൽ ചില സൂറത്തുകൾ ഓടണം, പിന്നെ ചില ചൂൽപ്രയോഗവും നടത്തണം എന്ന്. നാം പറയുന്നു, ഈ അന്ധവിശ്വാസത്തിനെതിരിൽ സതിക്കെതിരിൽ ഹൈന്ദവർക്കിടയിലുള്ള നവോത്ഥാന നായകന്മാർ പൊരുതിയതുപോലെ മുസ്ലിംകൾക്കിടയിൽ വ്യാപകമായിരുന്ന ഈ അന്ധവിശ്വാസത്തിനെതിരിൽ പൊരുതിയ പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. അത്തരത്തിലുള്ള ആശയങ്ങൾ പേറി ഏതെങ്കിലും ചെറുപ്പക്കാർ നടക്കുന്നുവെങ്കിൽ അവരഥാർത്ഥത്തിൽ പിശാചിന്റെ മിത്രങ്ങൾ എന്ന് പറയുക എന്നതല്ലാതെ, പിശാചിന്റെ മെഗാഫോണായി വർത്തിക്കുന്ന ആളുകളെന്ന് അവതരിപ്പിക്കുക എന്നതല്ലാതെ മുജാഹിദ് പ്രസ്ഥാനവുമായിട്ട് അവരെ ബന്ധപ്പെടുത്തുവാൻ ഇതിന്റെ പാരമ്പര്യം പഠിച്ചിട്ടുള്ള ആളുകൾക്ക് സാധിക്കുകയില്ല എന്ന് മാത്രമേ പറയാൻ നിർവാഹമുള്ളൂ. പിന്നെ ഇപ്പോൾ അന്ധവിശ്വാസങ്ങളെ, അനാചാരങ്ങളെ പുതിയ രൂപത്തിൽ അവതരിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ യാഥാസ്ഥികന്മാർക്കിടയിൽ വ്യാപകമായിരിക്കുകയാണ്. മുഹീദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ എന്ന് വിളിച്ചാൽ ഒരു കുഴപ്പമില്ല, ബദരീങ്ങളെ കാക്കണേ തുടയ്ക്കണേ എന്ന് വിളിച്ചാൽ ഒരു കുഴപ്പവുമില്ല. പക്ഷേ ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് പറഞ്ഞാലോ പ്രശ്നമാണ്. കന്യാമറിയമേ കാക്കണേ എന്ന് പറഞ്ഞാൽ കുഴപ്പമാണ്. പക്ഷേ വലിയത്തുള്ളാഹി മറിയമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ വിഷയമില്ല. യേശുവെ സഹായിക്കണേ എന്ന് വിളിച്ചാൽ കുഴപ്പമാണ്. ഈസാ നബിയെ രക്ഷിക്കണേ എന്ന് വിളിച്ചാൽ ഒരു പ്രശ്നവുമില്ല. നാം പറയുന്നു, സാമുദായികമായിട്ടുള്ള വിശ്വാസത്തിലെ ഈ വിവേചനം ഖുർആനികമല്ല. ജാതി ഏതോ ആകട്ടെ, മതമേതോ ആകട്ടെ, വിളിക്കുവാൻ, സഹായം തേടപ്പെടാൻ, അഭയം നൽകാൻ യോഗ്യനായവൻ പ്രപഞ്ചത്തിന്റെ നാഥൻ ഒരുവൻ മാത്രം. അതുകൊണ്ട് അവനെ മാത്രമേ വിളിക്കാൻ പാടുള്ളൂ എന്നതാണ്. ഈ ആദർശം നാം പറയും, തുടരും. കാരണം ഇപ്പോഴും ഈ ആളുകളുടെ ചോദ്യങ്ങൾക്ക് നൽകുന്ന മറുപടി പച്ചയായിട്ടാകാമെന്ന് തന്നെയാണ്. മുഹീദ്ദീൻ ഷെയ്ഖിനെ വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന് ഫത്വ കൊടുക്കുകയാണ്. ഫത്താവ മുഹീസുന്ന എന്ന് പറയുന്ന പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ എഴുതിയ ഒരു പുസ്തകത്തിൽ ഒരു ചോദ്യമാണ്, മുഹീദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണോ? അനുവദനീയമാണെങ്കിൽ വിശുദ്ധ ഖുർആനിലോ സഹിയായ ഹദീസിലോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആയത്തോ ഹദീസോ വ്യക്തമാക്കാമോ? പൊന്മള മുസ്ലിയാർ പറയുന്നു അനുവദനീയമാണ്, ഖുർആനിലും ഹദീസിലും ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ആദർശം അപ്പുറത്തുള്ള ആദർശവും തമ്മിൽ വ്യത്യാസമില്ലാത്തത് കൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരോടും ഒരു വെറുപ്പുമില്ല, വിദ്വേഷവുമില്ല. പക്ഷേ ഇത് പ്രമാണ വിരുദ്ധമാകുന്നു, ഇത് ബുദ്ധിക്കെതിരാകുന്നു എന്ന് പറയുവാനുള്ള സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തി, ആ ഊർജവും ആർജവും ഉപയോഗപ്പെടുത്തി അത് നാം പറയുക തന്നെ ചെയ്യും. അത് പറയുമ്പോൾ, അത് അവതരിപ്പിക്കുമ്പോൾ നമ്മളുടെ മുട്ട് വിറയ്ക്കേണ്ടതില്ല, കണ്ടമിടറേണ്ടതില്ല. എന്ത്? നാം ഊർജം ആവാഹിച്ചിട്ടുള്ളത് മഹാനായ പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ആദർശ ജീവിതത്തിൽ നിന്നാണ്. അദ്ദേഹത്തിന് മുന്നിൽ ചോദ്യമുയർന്നു, ഞാനാണ് ദൈവം, എനിക്കും ജീവിപ്പിക്കാനും മരിപ്പിക്കാനും ഒക്കെ കഴിയും. എന്നാൽ അടുത്ത നിമിഷം തന്റെ തല കൊയ്തെടുത്തുകൊണ്ട് തനിക്കും മരിപ്പിക്കാൻ കഴിയുമെന്ന് തെളിയിക്കാവുന്ന അവസ്ഥയിലേക്ക് നമ്രൂദ് എത്തുമ്പോൾ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ തൊണ്ട വരണ്ടില്ല. അദ്ദേഹം ആർജവത്തോടുകൂടി പറഞ്ഞു, ഇന്നല്ലാഹ യഅതി ബിശ്ശംസി മിനൽ മശ്രിഖ് ഫഅതി ബിഹാ മിനൽ മഗ്രിബ്. അല്ലാഹു സൂര്യനെ ഉദിപ്പിക്കുന്നത് കിഴക്ക് നിന്ന, നിനക്ക് കഴിയുമെങ്കിൽ ഒന്ന് പടിഞ്ഞാറ് നിന്ന് കൊണ്ടുപോവാ എന്നാണ്.
ആ സമയം അവൻ ഉത്തരം മുട്ടുകയാണ് ചെയ്തത്. ബുദ്ധിയുടെയും പ്രമാണത്തിന്റെയും അടിസ്ഥാനത്തിൽ ശാന്തമായിട്ട് പ്രപഞ്ചനാഥനെ വിളിച്ചപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നതാണ് കലർപ്പില്ലാത്ത വിശ്വാസമെന്ന് നാം പറയും. ആ പറച്ചിൽ നിർവഹിക്കുവാനും അത് ആചരിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം നൽകപ്പെട്ട ഈ നാടിന്റെ സമാധാനം കാത്തുസൂക്ഷിക്കുന്നതിനും നമ്മൾ പരിശ്രമിക്കുക തന്നെ ചെയ്യും. ആ സമാധാനത്തെ തകർക്കുന്നതിന് വേണ്ടി തീവ്രമായിട്ടുള്ള ചിന്താഗതികളുമായി ആരെങ്കിലും ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ സമാധാനേച്ഛുക്കളോടൊപ്പം അണിചേർന്നു നിന്ന് നമ്മൾ പ്രയത്നിക്കും. ഇവിടെ എല്ലാവരും തീവ്രവാദത്തെ പ്രണയിച്ചിരുന്ന 90കളിൽ മതം തീവ്രവാദത്തിനെതിരെ എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും കവലകളിലും കയറിയിറങ്ങിയിട്ട് തീവ്രവാദത്തിനെതിരാണ് മതമെന്ന് പ്രഘോഷണം ചെയ്യാനും പ്രബോധനം ചെയ്യാനും ഈ ആദർശ പ്രസ്ഥാനത്തിന്റെ യുവജന ഘടകമായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ അസഹിഷ്ണുതക്കെതിരെ അന്നും എന്നും ഈ പ്രസ്ഥാനം നിലകൊണ്ടിട്ടുണ്ട്. അത് മുസ്ലിംകളുടെ ഭാഗത്തു നിന്നാണെങ്കിലും അല്ലാത്തവരുടെ ഭാഗത്തു നിന്നാണെങ്കിലും. നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ പെരുമാൾ മുരുകൻ എന്ന് പറയുന്ന ഒരു സാഹിത്യകാരന് അയാളുടെ നാട്ടിലുണ്ടായിരുന്ന പ്രദേശത്തുണ്ടായിരുന്ന ഒരു അത്യാചാരത്തെ പ്രമേയമാക്കിക്കൊണ്ട് ഒരു നോവൽ രചിച്ചപ്പോൾ ചില അസഹിഷ്ണുതയുള്ള ആളുകൾ പറഞ്ഞു, ഇനിത്താൻ എഴുതാൻ പറ്റൂല എന്ന്. നമുക്കത് അംഗീകരിക്കാൻ കഴിയില്ല. അതാണ് കെ.ഇ. എന്ന് പറഞ്ഞത്. ഇബിലീസിന് തന്നെ, സാക്ഷാൽ ഇബിലീസിന് തന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യം പടച്ചോൻ കൊടുത്തെങ്കിൽ പിന്നെ നമ്മൾ പടച്ചോനെതിരെ ചാവക്കാടുകാരനായിട്ടുള്ള ഒരാൾക്ക് എഴുതാനുള്ള സ്വാതന്ത്ര്യത്തെ നമ്മൾ നിഷേധിക്കേണ്ടതില്ല. മറിച്ചതിനെ ആശയപരമായിട്ടും ബുദ്ധിപരമായിട്ടും തൂലികയിലൂടെ പ്രതിരോധിക്കുക. അതാ വേണ്ടത്. നമുക്കറിയാമല്ലോ, മുജാഹിദ് പ്രസ്ഥാനം സ്വീകരിച്ചു വന്നിട്ടുള്ള ഒരു പാരമ്പര്യവും ശൈലിയും അതാണ്. ഖുമൈനിയൻ ഫത്വ ശൈലി മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പണ്ട് മുതലേ അറപ്പുള്ളതും വെറുപ്പുള്ളതുമാണ്. പാരീസിൽ ഒരു കാർട്ടൂൺ മാസിക, അത് പ്രവാചകനെതിരായിട്ടുള്ള കാർട്ടൂൺ രചിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു, ആ രൂപത്തിൽ ആളുകളുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്നത് തെറ്റാണ്. പക്ഷേ അതിനെതിരെ പ്രതികരിക്കേണ്ടത് ചാവേറുകളായിട്ട് അവരുടെ പത്ര ഓഫീസിലേക്ക് കടന്നു ചെന്നുകൊണ്ടല്ല. അത് ഇസ്ലാമിക വിരുദ്ധമാണ്. യുദ്ധരംഗത്ത് പോലും പ്രാർത്ഥനയിൽ കഴിഞ്ഞുകൂടുന്ന, മഠങ്ങളിൽ കഴിഞ്ഞുകൂടുന്ന സന്യാസിമാരെ ഉപദ്രവിക്കരുതെന്ന് പഠിപ്പിച്ച പ്രവാചകന്റെ അനുയായികൾക്ക് എങ്ങനെ പാതിരിമാരെ കൊലപ്പെടുത്തുവാൻ സാധിക്കും? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്ത്രീകളെ തൊട്ടുപോകരുത് എന്ന്, കുഞ്ഞുങ്ങളെ തൊട്ടുപോകരുത് എന്ന്, യുദ്ധത്തിൽ പങ്കെടുക്കാതെ നിൽക്കുന്ന ഒരാളെയും ഉപദ്രവിക്കരുത് എന്ന് അങ്ങനെ പഠിപ്പിച്ച പ്രവാചകന്റെ അനുയായികൾക്ക് എങ്ങനെ യൂട്യൂബിലൂടെ IS പോലെയുള്ള ഭീകര സംഘങ്ങൾ, അൽ-ഖായിദ പോലെയുള്ള IS പോലെയുള്ള ഭീകര സംഘങ്ങൾ പടച്ചുവിട്ടിട്ടുള്ള ഇസ്ലാമിക വിരുദ്ധവും മനുഷ്യത്വ വിരുദ്ധവും മാനവിക വിരുദ്ധവുമായിട്ടുള്ള ഈ പ്രവർത്തനങ്ങളെ അംഗീകരിക്കാൻ സാധിക്കും? അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്കെതിരായിട്ട് ഇന്നാട്ടിലെ സമാധാനേച്ഛുക്കളുടെ ഐക്യനിര രൂപപ്പെടുത്തുന്നതിന് മുന്നിൽ നിൽക്കാൻ ഈ പ്രസ്ഥാനമുണ്ടാകും. അതാണ് ഈ പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യം. ഇത് പണ്ട് മുതലേ ഈ പ്രസ്ഥാനം തുടർന്നു വന്നിട്ടുള്ള ആദർശമാണ്. എന്നാൽ നമുക്ക് പറയാനുള്ളത് ഖുർആൻ പറഞ്ഞ ഈ ശൈലി തന്നെയാണ്. ഖുൽ യാ അഹ്ലൽ കിതാബ്, ഓ വേദക്കാരെ, നബി അങ്ങനെയാ പറഞ്ഞത്. തആലൂ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വ ബൈനക്കും, നിങ്ങൾക്കും ഞങ്ങൾക്കുമിടയിൽ സമവായമായിട്ടുള്ള ഒരു ആശയമുണ്ട്, ആദർശമുണ്ട്. ആ ആദർശം പ്രകൃതിപരമാണ്, ബുദ്ധിപരമാണ്. അതിലേക്ക് ഞാൻ വിളിക്കുന്നു എന്ന് മാത്രം. അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ നിരാകരിക്കാം. എന്താണത്? അല്ലാ നഅ്ബുദ ഇല്ലല്ലാഹ്, ആരാധനയ്ക്ക് യോഗ്യനായിട്ടുള്ളവൻ പ്രപഞ്ചനാഥനായിട്ടുള്ള അല്ല മാത്രം. വലാ നുശ്രിക ബിഹി ശൈആ, അവനോട് യാതൊന്നിനെയും പങ്കു ചേർക്കുവാൻ പാടില്ല. വലാ യത്തഖിദ ബഅ്ദുനാ ബഅ്ദൻ അർബാബൻ മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ പരസ്പരം ആളുകളെ പുരോഹിതന്മാരെ റബ്ബികളായി സ്വീകരിക്കുവാൻ പാടില്ല. ഇതാണ്
ദൈവികമായിട്ടുള്ള ഈ ആദർശം, ഈ ആദർശത്തിലേക്ക് വിളിക്കാം. പക്ഷേ ഈ ആദർശത്തിലേക്ക് വിളിക്കുമ്പോഴും പ്രവാചകന്റെ പള്ളിയിൽ ക്രൈസ്തവ സഹോദരങ്ങൾക്ക് അവരുടേതായ രീതിയിൽ പ്രാർത്ഥന നടത്തുന്നതിന് സ്വാതന്ത്ര്യം കൊടുത്ത സഹിഷ്ണുതയുടെ പാഠമാണ് ഈ ഇസ്ലാമിക പാരമ്പര്യം. ആ പാരമ്പര്യമാണ് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യം എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ജെറുസലേമിൽ വരികയാണ്. അപ്പോൾ ക്രൈസ്തവ സഹോദരങ്ങൾ അവിടുത്തെ പള്ളിയിൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് പ്രാർത്ഥന നിർവഹിക്കുവാനുള്ള സ്വാതന്ത്ര്യം നൽകുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്: നാളെ ഞങ്ങളുടെ ഖലീഫ നമസ്കാരം നിർവഹിച്ച പള്ളിയാണിത്, അതുകൊണ്ട് ഇത് ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞൊരു പക്ഷേ മുസ്ലിമീങ്ങളിൽപ്പെട്ട ചില ആളുകൾ അവകാശവാദം ഉന്നയിച്ചു വന്നേക്കാം, അതുകൊണ്ട് ഞാൻ ഒഴിവാക്കുന്നു എന്നാണ്. ഊഷ്മളമായ ബന്ധം കാത്തു സൂക്ഷിച്ചു. എല്ലാത്തിലും ഉപരി മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവരുമായി നടത്തിയ ഉടമ്പടിയിൽ പറഞ്ഞിട്ടുള്ളത് എന്താണെന്നറിയാമോ? അവരുടെ കുരിശുകൾ സംരക്ഷിക്കപ്പെടും, അവരുടെ ആഹാര സ്വാതന്ത്ര്യം നിഷേധിക്കുകയില്ല. ഇവിടെ പശുവിമാംസം കഴിച്ചു എന്നതിന്റെ പേരിൽ മനുഷ്യരെ അടിച്ചു കൊല്ലുന്ന കടുത്ത അസഹിഷ്ണുതയെ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. മഹാനായ അമീറുൽ മുഅ്മിനീൻ പറഞ്ഞു, നിങ്ങൾക്ക് പന്നിമാംസമാണ് ഇഷ്ടമെങ്കിൽ അത് നിങ്ങൾ കഴിച്ചുകൊള്ളുക. ആ സ്വാതന്ത്ര്യം അവർക്ക് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. അവരുടെ ആഹാര സ്വാതന്ത്ര്യവും ആരാധനാ സ്വാതന്ത്ര്യവും അനുവദിച്ചു കൊടുത്തിട്ടുള്ള ഉടമ്പടിയാണ് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അവരുമായി നിർവഹിച്ചിട്ടുള്ളത്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ക്രൈസ്തവ സഹോദരങ്ങൾ അവരുടെ പള്ളിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് താങ്കളാകണമെന്ന് പറയുമ്പോഴും അദ്ദേഹവും പറഞ്ഞത് ഇതേ മറുപടി തന്നെയാണ്. നാളെ ഒരുപക്ഷേ ഞങ്ങളുടെ പിന്തലമുറക്കാരായിട്ടുള്ള ആളുകൾ വന്നിട്ട് ഞങ്ങളുടെ ഖലീഫ നമസ്കരിച്ച പള്ളിയാണെന്ന് പറഞ്ഞ് അവകാശവാദം ഉന്നയിച്ചേക്കാമെന്നാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ തങ്ങളുടെ ചർച്ചിന്റെ ഭാഗം മുസ്ലിംകളുടെ പള്ളിയിലേക്ക് ചേർത്തു എന്ന പരാതി വന്നപ്പോൾ പള്ളി പൊളിച്ചു മാറ്റിക്കൊണ്ട് ക്രൈസ്തവർക്ക് സ്ഥലം വിട്ടുകൊടുക്കുവാൻ ഓർഡറിട്ട പാരമ്പര്യമാണ് ഖലീഫമാരുടെ പാരമ്പര്യം. ക്രൈസ്തവ പുരോഹിതന്മാർ പറഞ്ഞു, തൽക്കാലം പള്ളി പൊളിക്കേണ്ടതില്ല എന്ന്. ഇങ്ങനെയുള്ള സഹിഷ്ണുതയുടെ സഹവർത്തിത്വത്തിന്റെ മഹിതമായ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുകയും കേരളക്കരയിൽ നവോത്ഥാന പ്രവർത്തനങ്ങളിൽ ഇവിടെ മുൻകഴിഞ്ഞു പോയിട്ടുള്ള മഹാത്മാ അയ്യങ്കാളി, അതുപോലെയുള്ള മഹാന്മാരായിട്ടുള്ള ഹൈന്ദവ ആചാര്യന്മാർ അവരോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിച്ചു. ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ എന്ന് വേണ്ട, അയ്യങ്കാളി, സഹോദരനയ്യപ്പൻ തുടങ്ങി ഇവിടെ ഹൈന്ദവ സമൂഹത്തിനിടയിൽ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പരിശ്രമിച്ചിരുന്ന ആളുകളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് മുസ്ലിംകൾക്കിടയിലുള്ള അന്ധവിശ്വാസങ്ങൾക്കെതിരെ പൊരുതിയ ഒരു പാരമ്പര്യമാണുള്ളത്. ഈ ആയത്ത് ഓതുമ്പോ നമ്മളുടെ ചില മുടിക്കച്ചവടം നടത്തുന്ന സഹോദരങ്ങള് പറയും, ഇത് ഞങ്ങൾക്ക് ബാധകമല്ല എന്ന്. അത് ക്രൈസ്തവരോട് പറഞ്ഞതല്ലേ, ഞങ്ങള് മുസ്ലിമീങ്ങളല്ലേ, മുസ്ലിമീങ്ങൾക്ക് ഇത് ബാധകമല്ല എന്ന് പറഞ്ഞേക്കാം. നമ്മളെല്ലാം മുസ്ലിംകൾ തന്നെ, ഒരു സംശയവും വേണ്ടതില്ല. അല്ലാമ സ്വാവി അദ്ദേഹം ഒരിക്കലും വഹാബിയാകൂലല്ലോ. അല്ലാമ സ്വാവി ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞു, വഹാദിഹിൽ ആയത്തു ഇൻകാനത്ത് ഖിതാബൻ ലിൽ യഹൂദി വന്നസാറ, ഇത് ജൂതന്മാരോടും ക്രിസ്ത്യാനികളോടുമുള്ള സംബോധനയാണെങ്കിലും ഇല്ല അന്നഹാ തജുറു ബിദൈലിഹാ അലാ മൻ യുശ്രികു ബില്ലാഹി ഗൈറഹു മിനൽ മുസ്ലിമീൻ, മുസ്ലിംകളിൽപ്പെട്ട പല ആളുകളും അല്ലാഹുവിന് പുറമെ പല ആളുകളെയും പങ്കു ചേർത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ അവിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും സ്വീകരിക്കുന്നുണ്ട്. അവർക്കും ഈ ആയത്ത് ബാധകമാണ്. ആ അടിസ്ഥാനത്തിൽ ഈ ശിർക്കിനെതിരായിട്ട് ഉള്ള പോരാട്ടം, നമ്മൾ ആശയപരമായിട്ടുള്ള പോരാട്ടം, വിചാര വിപ്ലവം അത് നിർവഹിച്ചുകൊണ്ടേയിരിക്കും. വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ, ബഹുഭൂരിപക്ഷം ആളുകളും അല്ലാഹുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നുവെങ്കിലും അവരുടെ വിശ്വാസത്തിൽ പാളിച്ച വന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഇത് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ സത്തയിലും ഗുണത്തിലും ശക്തിയിലും അല്ലാഹുവിന് തുല്യമായിട്ടുള്ള ഒരു ദൈവമുണ്ട് എന്ന സങ്കല്പം ലോകത്തൊരു മതവിശ്വാസികൾക്കും ഇടയിൽ ഉണ്ടായിട്ടില്ല. നമ്മൾ ഇത് പറയുമ്പോ ചില സഹോദരങ്ങൾ മുസ്ലിയാക്കന്മാര് പറയാറുള്ളത്, അള്ളായെപ്പോലൊരു അള്ളയുണ്ട് എന്ന് വിശ്വസിച്ചാൽ മാത്രമേ ശിർക്കാവുള്ളൂ,
അല്ലാതെ ഏത് മഹാത്മാവിനെ വിളിച്ചപേക്ഷിക്കുകയാണെങ്കിലും ഒരു ശിർക്കും കിർക്കും ഉണ്ടാവൂല. എന്നാൽ അല്ലാമ റാസി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ കൃത്യമായി രേഖപ്പെടുത്തി, യഅലം അന്നഹു ലൈസ ഫിൽ ആലമി അഹദുൻ യുസ്ബിതു ബില്ലാഹി ശരീകൻ യുസാവിഹി ഫിൽ വുജൂദി വൽ ഖുദ്റതി വൽ ഇൽമി വൽ ഹിക്മ ഹാദാ മിമ്മാ ലം യൂജദ് ഇലൽ ആൻ. അഥവാ അല്ലാഹുവിനെ പോലെ ശക്തിയും ശേഷിയും കഴിവും അറിവുമുള്ള ഒരു ശക്തി, തുല്യമായ ഒരു ശക്തിയുണ്ട് എന്ന വിശ്വാസം നാളിതുവരെ ഒരു മതവിശ്വാസികൾക്കും ഇടയിൽ ഉണ്ടായിട്ടില്ല എന്നാണ്. അങ്ങനെ ഒരാൾക്കുമിടയിലില്ലാത്ത ഒരു വിശ്വാസം ഉണ്ടായാൽ മാത്രമേ ശിർക്കാവുകയുള്ളൂ എന്ന് ജൽപ്പിക്കുമ്പോൾ അത് നമുക്ക് അംഗീകരിക്കുവാൻ കഴിയുകയില്ല. നമ്മുടെ നാട്ടിൽ നേർച്ച എന്ന പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല പ്രവർത്തനങ്ങളും അത് തൗഹീദിന് വിരുദ്ധമായതുകൊണ്ട് തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിന് അതിനോട് ആശയപരമായി വിയോജിക്കേണ്ടതുണ്ട്. ആശയപരമായി വിയോജിക്കുമ്പോൾ തന്നെ ഖബറുകളിൽ പൂജ നടത്തുന്നവർക്കും ദർഗകളിൽ പൂജ നടത്തുന്നവർക്കും അതാണ് അവർക്ക് ശരിയെന്ന് തോന്നുന്നുവെങ്കിൽ അത് നിർവഹിക്കാനുള്ള സ്വാതന്ത്ര്യവും ഇന്നാട്ടിൽ അനുവദിച്ചു കൊടുക്കണമെന്ന് തന്നെയാണ് ഈ പ്രസ്ഥാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യം അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ മുജാഹിദ് പ്രസ്ഥാനം ബുദ്ധപ്രതിമകൾ, താലിബാൻ പോലെയുള്ള അവിവേക കുട്ടികൾ, വിവേകമില്ലാത്ത ചില കുട്ടികൾ തീവ്രവാദവും ഭീകരവാദവും തലക്ക് കയറിയിട്ട് ബുദ്ധപ്രതിമകൾ തകർത്തപ്പോൾ അതിനെതിരെ ശക്തമായിട്ട് ഈ ആദർശ പ്രസ്ഥാനം പ്രതികരിക്കും. അഥവാ ഖബറുകളെയും ദർഗകളെയും പൂജിക്കാനാണ് ഒരാൾക്ക് താല്പര്യമെങ്കിലാകാം, പക്ഷേ ഇസ്ലാമിക പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ അത് ഹറാമാണ്, അത് നിഷിദ്ധമാണ്, അത് ശിർക്കാണ് എന്ന് തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ആ സ്വാതന്ത്ര്യം ചങ്കൂറ്റത്തോടുകൂടി നിർവഹിച്ചപ്പോൾ 19 കൊല്ലങ്ങൾക്ക് മുമ്പ് സെയ്ദ് മൗലവിയെ അട്ടിയോടിച്ചവരുണ്ട്, അദ്ദേഹത്തിന് നേരെ പടക്കമാല എറിഞ്ഞവരുണ്ട്. ആ പടക്കമാല പെട്ടെന്ന് അദ്ദേഹത്തിന്റെ കഴുത്തിൽ നിന്ന് എടുത്തുമാറ്റിയ സഹോദരങ്ങളുണ്ട്. ആ സന്ദർഭത്തിൽ അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടി കടന്നു വന്നപ്പോൾ അടിയേറ്റിട്ട് പിന്നീട് മരണപ്പെട്ടു പോയവരുണ്ട്. അങ്ങനെയുള്ള പടക്കമാലകൾ സ്വീകരിച്ചുകൊണ്ട് ഈ ആശയ പ്രബോധനം നടത്തിയിട്ടുള്ള നമുക്കിത് നിർത്തിവെക്കുവാൻ കഴിയുകയില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ആ സ്വാതന്ത്ര്യത്തെ നിഷേധിച്ചുകൊണ്ട് നമ്മളുടെ സ്ത്രീകൾക്കും സമാധാനപരമായി പ്രാർത്ഥന നിർവഹിക്കുവാനുള്ള നമ്മുടെ രാജ്യത്ത് അനുവദിച്ചു നൽകുന്ന സ്വാതന്ത്ര്യം, ആരാധനാ സ്വാതന്ത്ര്യം, വിശ്വാസ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തിയപ്പോൾ അതിനെതിരെ ഉറഞ്ഞുതുള്ളുകയും ആ പള്ളിയിൽ നിരപരാധികളായിട്ടുള്ള കുട്ടികളെയും സ്ത്രീകളെയും ബന്ദികളാക്കിക്കൊണ്ട് പള്ളിക്ക് നേരെ കല്ലെറുകയും ചെയ്ത ആളുകളാണിപ്പോൾ സമാധാനത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും അപ്പോസ്തലന്മാരായിട്ട് ഇവിടെ വയല് പറഞ്ഞു നടക്കുന്നത്. അതെങ്ങനെ നമുക്ക് സ്വീകരിക്കാൻ പറ്റും? ആശയപരമായിട്ട് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ഉയർത്തിക്കാണിച്ചുകൊണ്ട് ഇന്നാട്ടിൽ ഇസ്ലാമികമായിട്ടുള്ള ആദർശം സമാധാനപരമായി പറയുമ്പോൾ അവരുടെ വേദികൾ കയ്യേറുകയും അങ്ങനെയുള്ള പ്രബോധകന്മാരെയും പണ്ഡിതന്മാരെയും അപായപ്പെടുത്തുകയും ചെയ്ത ആളുകൾ സമാധാനത്തിന്റെ അപ്പോസ്തലന്മാർ. ഇതെങ്ങനെ നമുക്ക് അംഗീകരിക്കാൻ കഴിയും? അത് ഇവിടുത്തെ ഈ രാജ്യത്തെ നിയമപാലകന്മാർക്കും ഈ രാജ്യത്തെ ഉദ്യോഗസ്ഥന്മാർക്കും ഭരണകൂടത്തിനും കൃത്യമായും ബോധ്യമുള്ള വിഷയമാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. സഹോദരങ്ങളെ, മുജാഹിദ് പ്രസ്ഥാനം പുതിയതായിട്ടൊന്നും പറഞ്ഞു വെച്ചിട്ടില്ല. പഴയ കാര്യങ്ങൾ മാത്രമേ മുജാഹിദ് പ്രസ്ഥാനത്തിന് പറയാനുള്ളൂ. പക്ഷേ മുജാഹിദ് പ്രസ്ഥാനം അന്നും എന്നും ബുദ്ധി ഉപയോഗിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചില മനോരോഗികളായിട്ടുള്ള കുട്ടികൾ ഇപ്പോൾ ബുദ്ധി ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു നടക്കുന്നുണ്ട്. ബുദ്ധിയുടെ മതത്തിന്റെ പേരിൽ നടത്തുന്ന ഒരു അപവാദ പ്രചരണമായിട്ട് നമുക്കതിനെ കാണാൻ സാധിക്കുകയുള്ളൂ. വിശുദ്ധ ഖുർആൻ വായിച്ചു നോക്കുന്ന ഒരാൾക്ക് നിരന്തരം ബുദ്ധിയും ചിന്തയും ഉപയോഗിക്കണമെന്നാ പറഞ്ഞത്. മാത്രമല്ല, ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും ആദാനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ വലഹും അയ്യുൻ ലാ യുബ്സിറൂന ബിഹാ ഉലൈക കൽ അൻആം ബൽ ഹും അളൽ. അല്ലാഹു നൽകിയിട്ടുള്ള ഇന്ദ്രിയങ്ങളുടെ ശേഷിയെ ഉപയോഗപ്പെടുത്താത്ത, ചിന്തയെ, ബുദ്ധിയെ, വിവേകത്തെ ഉപയോഗപ്പെടുത്താത്ത,
അല്ലാഹു നൽകിയ കഴിവും ശേഷിയും ഉപയോഗപ്പെടുത്താത്ത ആളുകൾ മൃഗതുല്യരാണ്, അല്ല അതിനേക്കാൾ മോശമാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞു വെച്ചത് എന്ന് മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആൻ അങ്ങനെയാണ് പറഞ്ഞു വെച്ചത്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രപഞ്ചനാഥനായിട്ടുള്ള അല്ലാഹുവിനെ കുറിച്ചുള്ള ബോധ്യം നമ്മളുടെ മനസ്സിലുണ്ടാവുക എന്നുള്ളതാണ്. നമുക്ക് മനഃശാന്തി ലഭിക്കണമെങ്കിൽ അത് ജാറങ്ങളിലോ മക്ബറകളിലോ അല്ലെങ്കിൽ തങ്ങന്മാരുടെയോ ബീവിമാരുടെയോ പർണശാലയിലോ ആൾ ദൈവങ്ങളുടെ അരികിലോ ചെന്ന് കിട്ടേണ്ടതല്ല. മറിച്ച് പ്രപഞ്ചനാഥനായിട്ടുള്ള അല്ലാഹുവിനോട് ഒഴിഞ്ഞിരുന്ന് കൈകൾ ഉയർത്തി അവന്റെ മനസ്സിന്റെ വിചാരങ്ങൾ തുറന്നു വെച്ചാൽ ലഭിക്കേണ്ട ഒന്നാണ് അത് എന്നാണ്. ഈ ഒരു ബോധ്യം നമ്മളിൽ നിർഭയത്വം നൽകും. യസ്തഗ്ഫൂന മിനന്നാസ് വലാ യസ്തഗ്ഫൂന മിനല്ലാഹ് വഹുവ മാഹും ഇദ് യുബയ്യിതൂന മാ ലാ യർളാ മിനൽ ഖൗൽ. ആളുകളിൽ നിന്ന് പലതും അവർ ഒളിപ്പിച്ചു വെക്കുന്നു, പക്ഷേ അല്ലാഹുവിൽ നിന്നൊന്നും ഒളിപ്പിച്ചു വെക്കാൻ കഴിയില്ല. എന്തേ കാരണം? ഇരുട്ടിന്റെ മറവിൽ അവർ എന്തെങ്കിലും മോശമായ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുവെങ്കിൽ അവർ മനസ്സിലാക്കിക്കൊള്ളട്ടെ അവരോടൊപ്പം അള്ളയുണ്ട് എന്ന്. ഈ ഒരു ബോധ്യമാണ് തിന്മകളിൽ നിന്ന് മുക്തമായിട്ടുള്ള, ചൂഷണമുക്തമായിട്ടുള്ള നിർഭയത്വം നൽകുന്ന വിശ്വാസം. യാ ബുനയ്യ ഇന്നഹാ ഇൻ തകും മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദൽ ഫതകും ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർദ് യഅതി ബിഹല്ലാഹ്. എന്റെ പൊന്നുമോനെ, നീ മനസ്സിലാക്കണം, ഒരു കടുകിന്റെ അത്രയെങ്കിലും, അത്ര നിസ്സാരമായ സംഗതി അതേതെങ്കിലും പാറക്കെട്ടുകളിലോ ആകാശഭൂമികളുടെ ഏതെങ്കിലും കോണുകളിലോ ആകട്ടെ, അത് അല്ലാഹു ഹാജരാക്കുക തന്നെ ചെയ്യുമെന്ന ബോധ്യമുണ്ടാകണം. ഈ ഭൂമിയിൽ അല്ലെങ്കിൽ കരയിലോ കടലിലോ മുകളിൽ നിന്ന് ഒരു ഇല കൊഴിഞ്ഞു വീഴുന്നുവെങ്കിൽ ഇതൊക്കെ റബ്ബറിയാതെ നടക്കുന്നില്ല. ഈ ഒരു ബോധ്യമാണ്. അല്ലാഹുവിൽ നിന്ന് ഗോപ്യമായി ഒന്നുമില്ല. ഈ ഭൂമിയിലാകട്ടെ ആകാശത്തിലാകട്ടെ ആറ്റത്തിന് തുല്യമായിട്ടുള്ള, അണുവിന് തുല്യമല്ല, അണുവിനേക്കാൾ ചെറുതോ വലുതോ ആകട്ടെ, അല്ലാഹുവിൽ നിന്ന് മറഞ്ഞ ഒന്നും ഉണ്ടാകുന്നില്ല. ഈ ഒരു ബോധ്യമാണ് നമ്മളിൽ നിർഭയത്വം പ്രദാനം ചെയ്യുന്നത്, നമ്മളിൽ സൂക്ഷ്മതയും ഭക്തിയും നൽകുന്നത്. ഇതിലൂടെ മാത്രമേ മനുഷ്യനെ മാറ്റിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. അല്ല നിനക്കൊരു ദുരിതം വരുത്താൻ ഉദ്ദേശിച്ചാൽ അത് നീക്കാൻ അല്ലാഹ്ക്കേ കഴിയൂ. ഒരു കൂടോത്രക്കാരനും കഴിയില്ല, ഒരു മന്ത്രവാദിക്കും കഴിയില്ല, ഉറുക്കിനും ഏലസിനും ഐക്കലിനും ജപിച്ച വെള്ളത്തിനും ശക്തിയില്ല. അല്ലാഹു തആല നിനക്കൊരു നന്മ വരുത്താൻ ഉദ്ദേശിച്ചാൽ അവൻ എന്തിനും കഴിവുള്ളവനാകുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുറന്നു വെച്ചത് ഈ നിർഭയത്വത്തിന്റെ ആദർശമാണ്. ആകാശഭൂമികളെ സൃഷ്ടിച്ചത് അല്ലയാണെന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുവെങ്കിൽ, നിങ്ങൾ അംഗീകരിക്കുന്ന ഈ പ്രാപഞ്ചിക സത്യത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചപേക്ഷിക്കുന്ന ഏതെങ്കിലും ശക്തികൾ, അവരെ കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം? അല്ല എനിക്കൊരു ദ്രോഹം വരുത്താൻ ഉദ്ദേശിച്ചാൽ ആ ദ്രോഹം നീക്കാൻ ഈ ശക്തികൾക്കോ വ്യക്തികൾക്കോ കഴിയുമോ? അല്ല എനിക്കൊരു അനുഗ്രഹം നൽകാൻ ഉദ്ദേശിച്ചാൽ ആ അനുഗ്രഹവും നന്മയും പിടിച്ചു വെക്കുവാൻ, തടഞ്ഞു വെക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഖുൽ ഹസ്ബി അല്ലാഹ് അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ. നബിയെ പറയുക, എനിക്ക് അല്ലാഹ് മതി, അവന്റെ മേൽ മാത്രമാണ് ഭരമേൽപ്പിക്കുന്നവർ ഭരമേൽപ്പിക്കേണ്ടത്. ഈ ഒരു വിശ്വാസമുള്ളത് കൊണ്ടാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നിർഭയത്വം അനുഭവിക്കാൻ കഴിഞ്ഞത്, സമാധാനം അനുഭവിക്കാൻ കഴിഞ്ഞത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അഗ്നി പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയപ്പോഴും അദ്ദേഹത്തിന് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായപ്പോഴും പിടിച്ചു നിൽക്കുവാൻ കഴിഞ്ഞത് ഈ നിർഭയത്വം നിറഞ്ഞ വിശ്വാസമാണ്. ആ നിർഭയത്വം നിറഞ്ഞ കലർപ്പില്ലാത്ത പ്രപഞ്ചനാഥനെ കുറിച്ചുള്ള ആ വിശ്വാസം, ആ വിശ്വാസത്തിലൂടെ മാത്രമേ മനഃശാന്തി ലഭിക്കുള്ളൂ, സമാധാനം ലഭിക്കുള്ളൂ, മൂല്യങ്ങൾക്കാണ് വില കൽപ്പിക്കേണ്ടതെന്ന ബോധ്യമുണ്ടാവുകയുള്ളൂ. ഈ മാനവികതയുടെ സന്ദേശമാണ്
ബുദ്ധിയുടെയും പ്രമാണത്തിന്റെയും അടിസ്ഥാനത്തിൽ ഈ ആദർശ പ്രസ്ഥാനം 1-ാം തീയതി മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനെയും തുടരുക തന്നെ ചെയ്യും. അതിന് വിലങ്ങുതടിയായിട്ടോ വഴിമുടക്കികളായിട്ടോ ആര് കടന്നു വന്നാലും ആ തടസ്സങ്ങൾ സൗമ്യമായി തട്ടിനീക്കിക്കൊണ്ട് ഈ വഴിയിൽ ഈ സാർത്ഥവാഹക സംഘം മുന്നോട്ട് എന്ന് ആത്മാർത്ഥമായി ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളുടെ പണ്ഡിതന്മാരുടെ പാരമ്പര്യത്തെ നമ്മുടെ ആദർശമായി നെഞ്ചേറ്റിക്കൊണ്ട് ജീവിതത്തിലൂടെ ആ ത്യാഗം നമ്മൾ യാഥാർത്ഥ്യമാക്കുവാൻ മുന്നോട്ട് വരിക എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയും സമയം ക്ഷമയോടെ എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.